ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കയ്യിൽ ഇത് എത്തണം. ആ രീതിയിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. നമ്മളെ എല്ലാവരെയും കൂട്ടായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഈ കൊണ്ട് തള്ളിയിരിക്കുന്ന മൊത്തം അറവ് മാലിന്യമാണ്, അല്ലാതെ വീട്ടിലെ വേസ്റ്റൊന്നുമല്ല. മൊത്തം അറവ് മാലിന്യമാണ്. ആ മൃഗങ്ങളെ അറുത്ത ബ്ലഡ് വരെ കവറിലാക്കി കൊണ്ടുവന്ന് ഈ റോഡിൽ തള്ളിയിരിക്കുക. ഇത് നമ്മുടെ കൊല്ലം പാലത്തറ NS ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു നാഷണൽ ഹൈവേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവർമാർ ഉൾപ്പെടെ അവർ നൈറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് ആളെ കിട്ടിയില്ല. ഇതേപോലെ അപ്പുറത്തൊരു ഭാഗമുണ്ട്, അവിടെയും കൊണ്ട് തള്ളും. മേവർക്ക് അവിടെ തള്ളും. പക്ഷേ ഇത് കൂടാതെ ഇത് പഞ്ചായത്താണ്. നമ്മുടെ കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അത്രേ ഉള്ളൂ. ഈ റോഡിനിപ്പുറം തൃക്കോവിലോട്ടാ പഞ്ചായത്താണ്. നമ്മളിത് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ കോർപ്പറേഷൻ്റെ ആളാണ്. കോർപ്പറേഷൻ്റെ അല്ല, ഇതിപ്പോൾ നിങ്ങളിതിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പല രീതിയിലുള്ള അസുഖങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഇത് നീക്കം ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല, മാനുഷികമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഇത്. ഇത് വല്ല മെഷീൻ വെച്ച് കൊണ്ടുവന്ന് നീക്കം ചെയ്ത് മാറ്റണ്ട. ഇത് മൊത്തം അറവ് മാലിന്യം. അത് നമ്മളിത് മാറ്റിയാലും എല്ലാ ദിവസവും ഞാൻ ഒതുക്കി വെക്കുക. ഇത് ഇവിടുത്തെ സിസ്റ്റർമാരില്ലേ ഹോസ്പിറ്റലിലെ, അവരാ സിസ്റ്റർമാരെ ചന്തിയിലാണ്ട് അവർ കടിക്കാണ്ട് ചെയ്ത് പട്ടി അടിച്ചു. ഇച്ചിരി കഴിയുമ്പോൾ ബാക്കി കുറെ പഠിക്കാൻ പോകുന്ന പിള്ളേർ പോകും ഹോസ്റ്റലിൽ. അവർ ഇതുവഴി പോകുമ്പോഴത്തേന് പട്ടി ഇഷ്ടം പോലും. ഞാൻ നിൽക്കുമ്പോൾ അവർക്കൊരാച്ച. അപ്പം ഒരു പെണ്ണാണെങ്കിൽ നിലം വിളിച്ചിട്ടുണ്ട്. അത് കഷ്ടം കരഞ്ഞത്. അപ്പം ഞാൻ അന്നേരം ഇവിടെ നിൽക്കുന്നു. ഞാൻ ഇവിടെ കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോന്ന് പറയും. പക്ഷേ ഇത് നമ്മളൊന്നും ചെയ്യേണ്ടതല്ല. അല്ല, ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് ഞങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വരത്തില്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ വാരിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസുഖം വരും. കഴിവ് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാകുമല്ലോ. നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് പിടിച്ച് ഇങ്ങോട്ട് പട്ടി കൊണ്ടുവരും. അപ്പോഴത്തേനും അത് തന്നെ ഇവിടെ റോഡിൽ കിടക്കും. പിന്നെ ഈ പോകുന്നവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കോർപ്പറേഷനിലെ ആദ്യം വിളി വരുന്നത്. കോർപ്പറേഷൻ്റെ അല്ല പഞ്ചായത്തിൻ്റെയാ. അപ്പം ഞാനത് ഓഫീസിൽ പറഞ്ഞു എല്ലാ ദിവസവും വന്ന് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് ഞാൻ കിട്ടിയില്ല. ഇപ്പോഴത്തെ ഒരു മേഡം പറഞ്ഞെന്നറിയോ, ഇയാൾ എല്ലാ ദിവസവും വന്നത് വീഡിയോ എടുക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മേഡം ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ മേഡം ഇങ്ങോട്ട് പറയുന്നറിയോ, ഇത് അറിയേണ്ട അധികാരികൾ അറിയുന്നില്ല, അതുകൊണ്ടാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവാത്തതെന്നാണ് ആ മേഡം പറഞ്ഞത്. ശരിക്കും അതാണ്. പക്ഷെ എല്ലാ ദിവസവും ഇവരുകൊണ്ട് തള്ളു. ഇത് കൊല്ലം കോർപ്പറേഷൻ്റെയും തൃക്കോവിൽവട്ടം പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് കൂട്ടർക്കും ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. ഹോസ്പിറ്റലൊക്കെ നിൽക്കുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇവിടെ കിടന്ന് വെള്ളമായിട്ട് മിക്സായി ആകെ പാരിസ്ഥിതിക പ്രശ്നവും അതുപോലെ തന്നെ അസുഖങ്ങളും വലിയ മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കൊണ്ടിടുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ വളരെ വളരെ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനമാണ്. നിങ്ങളുടെ തൊഴിലിൻ്റെ കടക്ക് കത്തിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. ഈ സർക്കാർ ഈ അനധികൃത അറവ് ശാലകളൊക്കെ പൂട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തൊഴിൽ നഷ്ടപ്പെടും. അപ്പോൾ അത് നിങ്ങളുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇത് അധികാരികളെ ഇടപെട്ട് ഇത് അടിയന്തരമായിട്ട് നീക്കം ചെയ്ത് മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.